നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. വേൾഡ് കപ്പിനുള്ള ഫ്രാൻസിൻ്റെ ഫൈനൽ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. 26 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുന്നു. അതിലെ ചില പ്രധാന താരങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനം റയൽ മാഡ്രിഡ് താരം എഡ്വാർഡോ കമവിംഗയ്ക്ക് സ്ക്വാഡിൽ ഇടമില്ല. കോച്ച് ആ ഒരു തീരുമാനം വിശദീകരിച്ചത് ഇങ്ങനെയാണ്: കമവിംഗ ഒരു മോശം സീസൺ കഴിഞ്ഞാണ് വരുന്നത്. അധികമൊന്നും കളിച്ചിട്ടില്ല. ഒരുപാട് ഇഞ്ചുറീസിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൻ ഇപ്പോഴും യങ്ങാണ്. അപ്പോൾ എനിക്കൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. എൻ്റെ ആ ഒരു സ്ക്വാഡിൻ്റെ സ്ട്രക്ചർ അനുസരിച്ച് അവനെ ഞാൻ ഒഴിവാക്കിയായിരുന്നു എന്നാണ് പറഞ്ഞത്. കമവിംഗ മാത്രമല്ല, എഡ്വാർഡോ കമവിംഗയെ കൂടാതെ കെഫ്രൻ തുറാം, അതുപോലെ തന്നെ കോളന്റിൻ ടോലിസോ, രണ്ടാൽ കോലോ മുവാനി കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ ഫൈനലിൽ അവസാന നിമിഷം ആ ഷോട്ട് അടിച്ചതും എമി മാർട്ടിൻസ് തടഞ്ഞതുമൊക്കെ കൊലോ മുവാനിയെ കുറിച്ച് വേൾഡ് കപ്പ് സംഭവം പറയുമ്പോൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ആ കൊലോ മുവാനി വേൾഡ് കപ്പിനില്ല. പിന്നെ ജൂനിയർ ക്രൂപ്പി, ഫ്ലോറിയൻ തൗവിന്, എസ്റ്റാബൻ നിപ്പോല്, പിഴേ കലൂലു തുടങ്ങിയ താരങ്ങളൊന്നും ഈ ഒരു സ്ക്വാഡിലേക്ക് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന കാര്യം ശ്രദ്ധിക്കുക. എന്തായാലും അത്രയും സ്ട്രോങ് ആണ് ഫ്രാൻസിൻ്റെ സ്ക്വാഡ്. അതുകൊണ്ട് പല ഇങ്ങനെയുള്ള കളിക്കാർക്കും അവസരം കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. സ്ക്വാഡ് നോക്കണം. ശരിക്കും ഞെട്ടിക്കുന്ന ടാലൻ്റ് ആ സ്ക്വാഡിൽ കാണാൻ പറ്റും. ഗോൾ കീപ്പർമാരായിട്ട് സ്ക്വാഡിലുള്ളത് മൈക്ക് മൈഗ്നന്, ബ്രൈസ് സംബ, റോബിൻ റിസർ. ഇനി ഡിഫൻഡർമാരായിട്ടുള്ളത് ലൂക്കാസ് ഡിഗ്നെ, മാലോ ഗസ്റ്റോ, ലൂക്കാസ് എർണാണ്ടസ്, തിയോ എർണാണ്ടസ്, ഇബ്രാഹിമ കൊനാറ്റെ, യൂൾസ് കൂണ്ടെ, വില്യം സാലിബ, ഡയോട്ട് ഉപ്പമക്കാനോ, അതുപോലെ മാക്സെൻസ് ലക്രോയിക്സ്. ഇനി മധുരയിലേക്കുള്ളത് എൻഗോളോ കാണ്ടെ, മാനു കോനെ, അഡ്രിയൻ റാബിയോട്ട്, ഓർലിൻ ഷൂമനി, വാറൻ സേറമറി. ദെൻ മുന്നേറ്റ നിരയിൽ മാഗ്നസ് അക്ലൂച്ച്, ബ്രാഡ്ലി ബർക്കോല, റയാൻ ചെർക്കി, ഒസ്മാൻ ഡംബലെ, ഡെസേഡു, ജീൻ ഫിലിപ്പെ മാറ്റിറ്റ, കിലിൻ എംബാപ്പെ, മൈക്കൽ ഒലീസെ, മാർക്കസ് തുറാം. ഇതാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ്. കിടിലൻ സ്ക്വാഡും കൊണ്ട് തന്നെ ഫ്രാൻസ് വേൾഡ് കപ്പിന് വരുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.